കൊന്നിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 3 എപ്പിസോഡ് 12 ആണ്. അതായത് ചാപ്റ്റേഴ്സ് അല്ല 142ഉം 143ഉമാണ്. ഗൈസ്, വീഡിയോയിലേക്ക് തുറക്കുന്നതിന് മുമ്പ് വെറും രണ്ട് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഫസ്റ്റ്, നമ്മുടെ പേജ് എങ്ങനെ പോയാലും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും അതൊരു ഉപകാരമായിട്ട് മാറത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ചെറിയൊരു ചോദ്യമാണ്, നിങ്ങളുടെ സോളോ ലെവലിംഗിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷാഡോയുടെ നെയിം എന്താണ്? താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. സോ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഇന്റർനാഷണൽ ഗിൽഡ് കോൺഫറൻസ് ആണ് കാണിക്കുന്നത്. ഇഷ്ടംപോലെ ഗിൽഡിലുള്ള ആൾക്കാർ അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നത്. അവരായിട്ട് അകത്തേക്ക് നടന്നു വരുന്ന നേരത്ത് കുറച്ച് റിപ്പോർട്ടേഴ്സ് അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താണ് ഇത്രയധികം റിപ്പോർട്ടേഴ്സ് ഉള്ളത്? എനിക്ക് തോന്നുന്നു ആ സൗത്ത് കൊറിയയുടെ ഹണ്ടറില്ലേ, അവൻ ഇന്നായിരിക്കും വരുന്നത്. ഓ, അവനോ? ഈ പറയുന്നത് മറ്റാരുമില്ല, നമ്മുടെ ജർമ്മനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ലെനാർട്ട് ആയിരുന്നു. പറഞ്ഞു വായെടുത്തില്ല, ഇല്ലേ നിൽക്കുന്നവൻ. അപ്പൊ നമ്മുടെ ലെനാർട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി മുട്ടി നോക്കിയാലോ, അല്ലെങ്കിലും ഇത്രയും പവറുള്ള ഒരു ഹണ്ടർ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒന്നും നല്ലയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലെനാർട്ട് പതുക്കെ അവിടേക്ക് നടക്കാൻ തുടങ്ങും. പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ അവിടെ അനങ്ങാതെ നിൽക്കുന്നത്. പുള്ളിക്കാരൻ ചെറുതായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നീ നിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്തോ? നിനക്കിത് കാണുന്നില്ലെന്നോ? എന്ത്? അപ്പം നമ്മുടെ ലെനാർട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്ന പോലെ അവൻ മറ്റ് ഡയമെൻഷനിൽ നിന്നല്ല സമൺ ചെയ്യുന്നത്. അവൻ എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും അവൻ്റെ സമൺ ബീസ്റ്റ് എല്ലാവരും അവൻ്റെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൺട്രി ആയിട്ട് തന്നെ അവനൊരു യുദ്ധം പുറപ്പെടുവിക്കാൻ സാധിക്കും. സാർ, ആ കാണുന്നവനെ സാറിന് അറിയാവോ? കുറച്ച് നേരമായിട്ട് സാർ തന്നെ നോക്കുന്നുണ്ട്. എനിക്കറിയാമല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ എന്നെ സ്റ്റെയർ ചെയ്യുന്നത്. ചിലപ്പോൾ സാറിൻ്റെ ഫാനായിരിക്കും, ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടിയായിരിക്കും. അല്ല മിസ്റ്റർ വു, താങ്കൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? പെട്ടെന്ന് തന്നെ വു അവിടെ കിടന്ന് ചുമക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ബോഡി ഗാർഡായിട്ട് ജിനുവിൻ്റെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ പറയാം. ജിൻവുവിൻ്റെ ബോഡി ഗാർഡായിട്ട് ആരാണ് ബോഡി ഗാർഡെന്ന് മനസ്സിലായി. പെട്ടെന്ന് നമ്മുടെ മിസ്റ്റർ വൈറ്റ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ സാങ്, ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അല്ല, എൻ്റെ അറിവിൽ നീ നമ്മുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഹണ്ടേഴ്സിൻ്റെ ഏഷ്യയിലല്ലേ ചാർജ് ഉണ്ടായിരുന്നത്? അല്ല, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതായിരുന്നു എൻ്റെ പണി. പക്ഷേ താങ്കളുടെ കമ്മ്യൂണിക്കേഷൻ ചാർജ് ഇപ്പോൾ എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും താങ്കളുടെ കൂടെ വന്നവരെ നമുക്ക് ആദ്യം ഹോട്ടലിലേക്ക് എത്തിക്കാം. അപ്പം നമ്മുടെ ജിൻഹോ പറയുന്നുണ്ട്, ജിൻഹോ നീ എന്തായാലും മിസ്റ്റർ വൂവിൻ്റെ കൂടെ പോക്കോ. അപ്പം നമ്മുടെ വൈറ്റ് ചോദിക്കുകയും ചെയ്യും, മിസ്റ്റർ സാങ്, താങ്കൾക്ക് എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ ജിനുവിൻ്റെ ആ ഒരു മൂഡ് തന്നെ മാറും. അപ്പോൾ പുള്ളി പറയും ചെയ്യും, പേടിക്കേണ്ട, വേറൊന്നിനുമല്ല, താങ്കൾക്ക് കൂടെ ഗുണമുള്ള ഒരു കാര്യം പറയാനായിട്ടാണ്. ഇത് കുറച്ച് ടോപ്പ് ആയിട്ടുള്ള സീക്രട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ മാറ്റി നിർത്തിയത്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഫെഡറൽ ബ്യൂറോ ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. ഫെഡറൽ ബ്യൂറോ ഹെഡ് ക്വാർട്ടേഴ്സോ? അതെന്താണ് അവിടെ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു വലിയ എമർജൻസിയിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് തന്നെ ക്രിസ്റ്റഫർ റീഡ് ആയിരുന്നു. പക്ഷേ പുള്ളി ഇപ്പോൾ ജീവനോടെ ഇരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെതായ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമുണ്ട്. പുള്ളിയുടെ മരണം ഞങ്ങൾ ഇതുവരെ പബ്ലിക്കിലേക്ക് വിട്ടില്ലെങ്കിൽ കൂടിയും അധികം നാൾ ഞങ്ങൾക്കത് പിടിച്ചു വെക്കാനും സാധിക്കത്തില്ല. അതിനു മുമ്പ് തന്നെ പുള്ളിയുടെ കുറവ് ഞങ്ങൾക്ക് എങ്ങനെ പോയാലും നികത്തണം. സോ ഞാനും നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ടല്ലേ? അതെ സാർ, താങ്കൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു റൂയിൻ സ്റ്റോണിൻ്റെ പവർ എന്ന് പറയുന്നത് അത് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു മാജിക്കൽ ബീസ്റ്റിൻ്റെ പവേഴ്സ് അനുസരിച്ചായിരിക്കും. മനുഷ്യരാശി കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ഭയാനകമായ ഒരു റൈഡായിരുന്നു നമ്മുടെ കാമിഷിൻ്റെത്. പുള്ളിക്കാരൻ്റെ റൂയിൻ സ്റ്റോൺ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി തേടി നടക്കുവാണ്. സോ പുള്ളിക്കാരൻ്റെ റൂയിൻ സ്റ്റോൺ താങ്കൾക്ക് തരാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? സോ ഈ ഒരു ഓഫറിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിക്ക്, ബാക്കിലേക്ക് പോ, ആ ഫോട്ടോയിലേക്ക് പോ. ഏത്? കുറച്ചുകൂടെ പുറകോട്ട്. താങ്കൾ പറയുന്നത് ഈ ഒരു ഫോട്ടോനെ കുറിച്ചാണ്. അത് തന്നെ. ക്യാമ്പിഷിൻ്റെ കോപ്സ് ഇപ്പോഴും USA നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട് സാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് തന്നെ പോകാം. എന്താണ് ഇത്? അത്ര വലിയ റിക്വസ്റ്റ് ആണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം മാറ്റി വെച്ചു. സോ ഇത് അത്ര വലിയ റിക്വസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ. കറൻ്റ്ലി അത് എവിടെയാണുള്ളതെന്നും എനിക്ക് അറിഞ്ഞൂടാ. അതും വലിയൊരു ടോപ്പ് സീക്രട്ടാണ്. സുപ്പീരിയേഴ്സിന് മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും താങ്കൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്തായാലും അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. താങ്കൾ ആ സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുമോ? വെയിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. എന്തായാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ വരാം. പുള്ളിക്കാരൻ ഇത് കേട്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ ബ്യൂറോയുടെ ഹെഡിലേക്ക് ചെന്നിട്ടുണ്ട്. എന്ത്? സങ് ജിൻവു ഇവിടെ ഉണ്ടെന്ന്? അതെ സാർ, താഴത്ത് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ആ റൂയിൻ സ്റ്റോണിനെ പറ്റിയൊന്നും മിണ്ടില്ലല്ലോ. ഇല്ല, റൂയിൻ സ്റ്റോണിനെ പറ്റി അവൻ തിരക്കിയത് പോലും ഇല്ല. അവന് വേണ്ടത് മറ്റേ തന്നെയായിരുന്നു. റൂയിൻ സ്റ്റോണിനെ പറ്റി അവൻ സംസാരിച്ചില്ല. പക്ഷേ അവൻ ആ കോപ്സ് കാണണം. എന്താണ് സംഭവം? നീ എന്തായാലും ഒന്ന് പുറത്തേക്ക് നിൽക്കി, ഞാൻ കോണറായിട്ട് സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം. അല്ല, നിനക്ക് എന്താണെന്ന് തോന്നുന്നത്? അവൻ എന്തിനായിരിക്കും അതിനെ കാണാൻ പറഞ്ഞത്? എന്തായാലും അവൻ ടൂർ വന്നതൊന്നുമല്ല, അവൻ്റെ മനസ്സിൽ എന്തോ ഒന്ന്. പക്ഷേ എന്നെ മനസ്സിലാത്തത് ഈ റൂയിൻ സ്റ്റോണിൻ്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ റൂയിൻ സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും മേടിക്കാൻ കാത്തിരിക്കുന്ന ഒരു ടൈപ്പാണ്. എന്നാലും ഇവൻ എന്തുകൊണ്ടായിരിക്കും അതിനെ കാണണ്ട, പകരം ആ കോപ്സ് കണ്ട കൊള്ളാമെന്ന് പറഞ്ഞത്? അല്ല, അവൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് അവൻ കൊല്ലുന്നവരെ സമൺ ചെയ്യുന്നതല്ലേ? പെട്ടെന്നായിരുന്നു നമ്മുടെ കോണർ ഞെട്ടിപ്പോകുന്നത്. എൻ്റെ ദൈവമേ, ഇനി എങ്ങാനും അവൻ ആ ബീസ്റ്റിനെ സമൺ ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് അവനിവിടേക്ക് വന്നത് ക്യാമ്പിഷിനെ അവൻ്റെ ഒരു സമൺ സോൾജറാക്കി മാറ്റാൻ വേണ്ടിയായിരിക്കുമെന്നാണ്. അതൊരിക്കലും അനുവദിച്ചൂടാ. അങ്ങനെ വരാൻ പാടില്ല. ഒരു ഇൻഡിവിജ്വലിന് മാത്രം ഇത്ര പവേഴ്സ് വീൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ അത്
നിരസിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബന്ധത്തിന് തന്നെ ബാധിക്കത്തില്ലേ? കോപ്പ് ഇതെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഞാൻ ഓടിക്കുമല്ല, ഞാൻ നേരിട്ട് തന്നെ ഈ കാര്യം നോക്കിക്കോളാം. എന്നിട്ട് ജിന്നുവിനെ വൈറ്റിനെയൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ ലിഫ്റ്റ് കയറി താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നീ ആയിട്ട് ഇരുന്നൊന്ന് സംസാരിക്കാനായിരുന്നു, പക്ഷേ ഇതാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വൈറ്റ് നമ്മുടെ ജിന്നുവിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ജിന്നുവിനെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച് എന്നാണെന്നറിയാമോ? ഈ ഒരു കാമിഷിൻ്റെ ആ ഒരു കോപ്സിൻ്റെ മുകളിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പണിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ ആ റൂമിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അതേ സമയത്തായിട്ട് ജിന്നുവിന് ആ ഒരു എയറിൻ്റെ പ്രഷർ തന്നെ മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരതിൻ്റെ അകത്ത് കയറുന്ന നേരത്ത് കാമിഷിൻ്റെ ആ ഒരു വലിയ സ്കെൽറ്റനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലെ ഹെഡ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇവൻ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു. എലിറ്റ് ആയുള്ള 100 കണക്കിന് ഹണ്ടീസിലാണ് ഇവൻ ഒറ്റക്ക് തന്നെ കൊന്നത്. സോ മിസ്റ്റർ സംഗ്, താങ്കൾ സാറ്റിസ്ഫൈഡ് ആയിട്ടോ? ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ നമ്മൾ ജിനു പറയുന്നുണ്ട്, എന്തായാലും താങ്കളൊന്ന് ബാക്കിലേക്ക് മാറി നിൽക്കി. പതുക്കെ ജിനു അതിൻ്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ജിനു ആദ്യമായി എറേസ് എന്ന് പറയുകയും ചെയ്യും. പക്ഷെ പെട്ടെന്ന് അത് ക്യാൻസൽ ഔട്ട് ആയി പോവുകയും ചെയ്യും. ജിനു ഒന്നൊന്ന് ശ്വാസമൊക്കെ എടുത്തിട്ട് വീണ്ടും അടുത്ത സെക്കൻഡ് എറേസ് എന്ന് പറയുന്നിടത്ത് പെട്ടെന്നായിരുന്നു ഒരു ഡ്രാഗന്റെ സൗണ്ട് കേൾക്കുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു ഡ്രാഗൻ മുകളിലേക്ക് ഉയരുന്നുണ്ട്. ആ റൂമിലുണ്ടായിരുന്ന പല സാധനങ്ങളും പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നിട്ട് ആ ഡ്രാഗൻ ചോദിക്കുന്നുണ്ട്, നീയാണോ എന്നെ ഇവിടേക്ക് സമൺ ചെയ്തത്? മോണാർച്ച് ഓഫ് ദി ഷാഡോസ് അഥവാ ഡെഡ്. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അവർക്കിവിടെ എന്താണ് സംഭവിക്കണമെന്ന് പോലും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് നമ്മുടെ കാമേഷ് ആ ഒരു ഹ്യൂമൻസിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, മനുഷ്യർ എത്രയും പെട്ടെന്ന് എനിക്ക് മനുഷ്യരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പവർ യൂസ് ചെയ്യാൻ നിർത്താൻ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അത് മുഴുവൻ പൊട്ടിത്തെറിച്ച് പോകും. ടോപ്പ് റാങ്കി ഹണ്ടേഴ്സിൻ്റെ മാനെ കൊണ്ട് പോലും അതൊരു സ്ക്രാച്ച് പോലും ഇടാൻ പറ്റത്തില്ല. അതാണ് ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോയത്. എന്നിട്ട് കാമേഷ് പുള്ളിക്കാരൻ്റെ ഡ്രാഗൺ ബ്രീത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളൊരു രക്ഷപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാവും പറയുന്നുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാമേഷിൻ്റെ ഒരു ബ്രീത്ത് എന്ന് പറയുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇനി എന്തും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ജിന്നു പറയുന്നത്, മതി നിർത്ത്, നിന്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു എസൻസ് സ്റ്റോൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നശിച്ചു പോയിട്ടുണ്ട്. നീ ഇനി ഒരിക്കലും റൂളേഴ്സ് പറയാണ്ട കേൾക്കേണ്ടി വരത്തില്ല. അവനിപ്പം ബീസ്റ്റ് ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. അതെ ആണെന്നാണ് എനിക്കും തോന്നുന്നത്. സോ ഇതാണല്ലേ മോണാർച്ച് ഓഫ് ദി ഷാഡോസിന്റെ താഴെയുള്ള ഫീൽ. എന്നിട്ട് പുള്ളിക്കാരൻ പതുക്കെ തല കുനിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പണ്ട് ഡ്രാഗൺ കിങ്ങിൻ്റെ ഒരു ലോൺലി സർവൻറ്റ് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ പുതിയ മൊണാർച്ചിൻ്റെ മുമ്പിൽ എൻ്റെ തല കുനിക്കുവാണ്. സോ നീ പണ്ട് ഡ്രാഗൺ കിങ്ങിനെയാണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്? യെസ് മൈ ലീഗ്. ഞാൻ പണ്ട് കിങ് ഓഫ് ബെർസറക് ഡ്രാഗൻ്റെ ഒരു ലോൺലി സർവൻറ്റ് മാത്രമായിരുന്നു. അഥവാ പുള്ളിക്കാരനെ മൊണാർച്ച് ഓഫ് ദി ഡിസ്ട്രക്ഷൻസ് ഒന്നും അറിയാറുണ്ട്. ഇവൻ മരിച്ചിട്ട് വർഷങ്ങൾ കുറേയായിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു റേജ്, ഈഗോ എനിക്കിപ്പോഴും സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ള ഒരു മാജിക്കൽ ബീസ്റ്റ് പോലെയല്ല ഇവൻ എൻ്റർലി ഡിഫറൻറ്റ് തന്നെയാണ്. ഇതേ സമയത്ത് നമ്മുടെ കാമേഷ് ജിനുവിനെ നോക്കി വാലാട്ടുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ്. അതായത് ഒരു ഡ്രാഗനാണ് നമ്മുടെ ജിനുവിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ വാലാട്ടുന്നത്. ഞാനൊരു മൊണാർച്ചാണ്. അതുകൂടാതെ മൊണാർച്ച് ഓഫ് ദി ബിഗിനിങ്ങും അതേപോലെ മൊണാർച്ച് ഓഫ് ദി ഡിസ്ട്രക്ഷനും എനിക്ക് അറിയാൻ സാധിച്ചു. ഇനിയും കുറേ പേരുണ്ട്, മൊത്തം 9 പേരുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. പെട്ടെന്നായിരുന്നു കാമിഷ് അവിടെ കിടന്ന് ഗ്ലിച്ചാകുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മൈ ലീഗ് എന്നോട് ക്ഷമിക്കുക, എന്തായാലും ഗുഡ് ബൈ പറയാൻ സമയമായി. മൈ ലീഗ് നമ്മൾ കണ്ടുമുട്ടിയ സമയം ശരിക്കും താമസിച്ചുപോയി. ജിനുവോട്ടെ ഈ ഒരു സമയത്ത് സിസ്റ്റം ഒന്നും പറഞ്ഞ് കിടന്ന് കാർന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പുള്ളി പറയുകയും ചെയ്യും, താങ്കളുടെ കീഴിൽ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. മൈ ലീഗ് എന്തായാലും താങ്കൾ 4 പേര്, അതായത് 4 മനുഷ്യരുടെ കാര്യത്തിൽ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. കാര്യം അവർ റൂളേഴ്സിന്റെ കയ്യിൽ നിന്ന് പവേഴ്സ് ബോറോ ചെയ്തിട്ടുണ്ട്. എൻ്റെ പുതിയ കിങ് അവരെ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇതേ സമയത്ത് ജിനുവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു ഷാഡോ എക്സ്ട്രാക്ഷനും ഫെയിലിയർ ആയിട്ടുണ്ട്. ജിനു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്താട്ടെ പെട്ടെന്ന് പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ വൈറ്റ്, ഡയറക്ടർ എന്നോട് ക്ഷമിക്കുക, ഞാൻ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ പൈസ ഞാൻ തന്നെ തിരിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ പതുക്കെ നമ്മുടെ ജിന്നു പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കിട്ടും. അവർ തിരിഞ്ഞ് നോക്കാൻ നേരത്ത് ജിന്നു അവിടെ ഉണ്ടായിരുന്ന ഭിത്തി ഇടിച്ച് അത് മുഴുവൻ പൊടിച്ച് വെച്ചിരിക്കുവാണ്. കാര്യം പുള്ളിക്കാരൻ്റെ ദേഷ്യം മുഴുവൻ അവിടെ പുള്ളി തീർത്ത്. മിസ്റ്റർ സംഗ്, താങ്കൾ എന്താണ് ഞാൻ വിളിച്ചൊരു കോൾ എടുക്കാഞ്ഞത്? എടാ എന്നോട് ക്ഷമിക്കുക, ഞാൻ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. ഓ അങ്ങനായിരുന്നോ? അല്ല അവനെന്തേ? ആര്? ജിൻഹോ? അവൻ താങ്കളുടെ ഒരു കോൾ വന്നിട്ട് താങ്കളുടെ അടുത്തേക്ക് വന്നെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അല്ല താങ്കളല്ലേ പറഞ്ഞത് താങ്കൾ ബ്യൂറോയിൽ ഉണ്ടാകും, അവനോട് അവിടേക്ക് വരാൻ. എടാ നീ എന്തുവാണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ ഇവിടേക്ക് വന്നതില്ല. പെട്ടെന്നായിരുന്നു വൈറ്റ് വന്നിട്ട് പറയുന്നത്, ജിൻഹുവിൻ്റെ നെയിം വിസിറ്റേഴ്സ് ലിസ്റ്റിലില്ല. അങ്ങനെ വരാൻ വഴിയില്ല. കാര്യം സ്കാവൻഡർ ഗിൽഡിലുള്ള ഒരാളാണ് അവന് 2 മണിക്കൂറിന് മുമ്പ് പിക്ക് ചെയ്തത്. സ്കാവൻഡർ ഗിൽഡിലോ? ഞാൻ എന്തായാലും അവരൊന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാൻ. ജിൻഹുവിനാട്ടെ എന്തൊരു പന്തുകളും മണക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് അവൾ ഞെട്ടിപ്പോയി. കാര്യം അവൾക്ക് എന്തൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അവൻ പറയുന്നുമുണ്ട്, അല്ല ഇത് സംഗിന് അറിയാവോ? ഇല്ല. എന്തായാലും ഇതൊപ്പം അവനോട് പറയണ്ട, അത് മാക്സിമം മറച്ചു വെക്കാൻ നോക്ക്. ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ ചെക്ക് ചെയ്യാനും നോക്കാം. എന്നിട്ട് പുള്ളിക്കാരൻ തിരിച്ച് കാറുന്നുണ്ട്. മിസ്റ്റർ സംഗ്, സ്കാവൻഡറിലുള്ള ആരും തന്നെ അവിടേക്ക് പോയിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ജിന്നു അവിടെ ഇല്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് ജിന്നു ദൂരത്തേക്ക് ഓടുന്നതാണ്. പുള്ളിക്കാരൻ നല്ല ദേഷ്യമുണ്ട്. കാര്യം ഷാഡോ എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജിനുവിൻ്റെ മേത്ത് പുള്ളിക്കാരൻ ഒരു ഷാഡോനെ പ്ലേസ് ചെയ്തില്ല. അത് എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഓടുന്നത്. ജിനൊക്കെ സംഭവിച്ച പോലെ എന്തോ ഒന്ന് ബാഡായിട്ട് സംഭവിക്കാൻ പോകുന്നത് പുള്ളിക്കാരൻ്റെ മനസ്സ് നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ്റെ ഷാഡോസിനെ സമ്മൺ ചെയ്ത്
പല പല ദിക്കിലേക്ക് അത് നിങ്ങളെ അയക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ തോമസിനാണ്. കുറേ അധികം പേര് അവിടെ ബോധം കെട്ട് കിടപ്പുണ്ട്. തോമസ് പറയുന്നുണ്ട്, ആ കോപ്പ് അവനിവിടേക്ക് പോയിട്ടുണ്ട്. ഹാങ് ഡാൻസോ, നിനക്കെന്താ അവിടെ ജീവനിൽ പേടിയില്ലേ? എന്ത് കോപ്പ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എത്ര പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. ജിന്നു അവനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ കിട്ടിയിരിക്കണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോങ്സോനാണ്. അതേപോലെ തന്നെ ജിൻഹോയ് അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജിൻഹോയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ചാപ്റ്റർ 143 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഞാൻ അടുത്തൊരു ചാപ്റ്റർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അടുത്ത ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ, അതായത് ഒരു മേജർ ഫൈറ്റിന്റെ നടുക്ക് കൊണ്ട് നിർത്തുന്ന പോലെ ആയിപ്പോ. ഇനി അങ്ങോട്ട് 2-3 ചാപ്റ്റേഴ്സ് കുറച്ചധികം ഫൈറ്റ്സ് വരുന്നുണ്ട്. സോ അതെല്ലാം കൂടെ ഒറ്റൊരു വീഡിയോ ആക്കാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 2 വീഡിയോയിൽ ഒതുക്കാൻ പോകുന്നത്.